എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരകൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, എൻ്റെ ഇടയ്ക്ക് ഞാനിട്ട ഒന്ന് രണ്ട് വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് എന്നെ വിളിച്ചിട്ട് വളരെയധികം വിഷമത്തോടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണപതി ഭഗവാന് അടുപ്പിച്ച് 3 ദിവസം നാരങ്ങാമാല ചാർത്തി ഗണപതി ഹോമം കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒന്ന് രണ്ട് പേര് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അവരെന്നോട് പറഞ്ഞത്, അങ്ങനെ ഗണപതി ഹോമം 3 ദിവസം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും നിലവിലില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അതായത് അത്രയധികം സാമ്പത്തികമായി അധംപതിച്ചു. 3 ദിവസം ചാർത്താവുള്ള നാരങ്ങ മേടിക്കണമെങ്കിൽ പോലും ഇന്നത്തെ ഒരു വില അനുസരിച്ച് 1 കിലോ നാരങ്ങയ്ക്ക് ഏകദേശം 100 രൂപയ്ക്ക് മുകളിലായിട്ടുണ്ട്. അപ്പം ആ ചെറുനാരങ്ങ വാങ്ങിക്കുന്നതിനും അല്ലെ ഗണപതി ഹോമം ചെയ്യുന്നതിനുള്ള ആ പൈസയും 3 ദിവസം ക്ഷേത്രത്തിൽ കൊടുത്ത് ചെയ്യുന്നതിനുള്ള പൈസ പോലും എന്തില്ല, അവരുടെ കയ്യിലില്ല. അപ്പം അങ്ങനെയുള്ള അത്തരത്തിലേക്ക് അത്രയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ പോയിട്ടുള്ള ആളുകൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ഒരു വഴിപാടാണ് നമ്മളിന്ന് പറയുന്നത്. വഴിപാടെന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു കർമ്മം. നമ്മുടെ വീടുകളിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കർമ്മം. ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് വലിയ പൈസ ചിലവൊന്നുമില്ല. ഒരു ചെറിയൊരു മൺകുടം മതി. പുതിയതായിട്ടൊരു മൺകുടം വാങ്ങിക്കുക. 30 രൂപ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു മൺകുടം കിട്ടും. ആ മൺകുടം വാങ്ങിച്ച് നമ്മൾ ആ മൺകുടം വാങ്ങിക്കുന്നതിന് മുമ്പ് നോക്കുക, ആ മൺകുടം ചോരുന്നതാണോ എന്ന് നോക്കുക, പരിശോധിക്കുക, വെള്ളമൊഴിച്ച് പരിശോധിക്കുക. അതിനുശേഷം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരിക. എന്നിട്ട് അതിനുശേഷം എന്നും സന്ധ്യാവിളക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ വിളക്ക് വെക്കണം. നമ്മുടെ രീതിയിൽ പറഞ്ഞ വിളക്ക് വെക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ പറഞ്ഞ ദീപപ്രമാണത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ആ രീതിയിൽ തന്നെ വിളക്ക് വെക്കുക. ദീപപ്രമാണം വീഡിയോ കണ്ടിട്ടില്ലാത്തവരും നമ്മുടെ മെയിൻ ചാനലിൽ പോയിട്ട് ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം ഇത് ചെയ്യുക. അപ്പം അങ്ങനെ സന്ധ്യാവിളക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു മൺകുടം എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ കെട്ടിലെ വെള്ളം കോരി നിറയ്ക്കുക. കെട്ടിലെ വെള്ളം കോരി നിറച്ചതിന് ശേഷം നമ്മുടെ വരാന്തയുടെ സൈഡിലായിട്ട് വെക്കുക, പുറത്ത് വെക്കുക. വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ധർമ്മദേവതയെ നമ്മൾ പ്രാർത്ഥിക്കുക. അത് ധർമ്മദേവതയ്ക്കാണ് നമ്മൾ ആ മൺകുടത്തിൽ വെള്ളം വെക്കുന്നത്. അപ്പം ആ ധർമ്മദേവതയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ധർമ്മദേവതയെ എന്നെയും എൻ്റെ കുടുംബത്തെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മൺകുടം നമ്മൾ വീടിൻ്റെ വരാന്തയുടെ സൈഡിൽ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വച്ചതിന് ശേഷം വേണം നമ്മൾ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട്. ഇങ്ങനെ 41 ദിവസം തുടർച്ചയായിട്ട് ഈ മൺകുടം വെക്കുക. മൺകുടം വെച്ചതിന് ശേഷം 41 ദിവസം കഴിഞ്ഞ് 42ാമത്തെ ദിവസം 1-2 ദിവസം വെക്കാതിരിക്കുക. അതിനുശേഷം വീണ്ടും 41 ദിവസം തുടർച്ചയായിട്ട് മൺകുടത്തിൽ ധർമ്മദേവതയ്ക്ക് വെള്ളം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം ഇത് വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു കർമ്മമാണ്. വലിയ പൈസ ചിലവില്ലാത്തൊരു കർമ്മമാണ്. അതിലൂടെ നമുക്ക് ധർമ്മദേവതയുടെ അനുഗ്രഹം നമുക്ക് നേടാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ മൺകുടത്തിൽ വെള്ളം വെക്കുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്ന അശുദ്ധി മൂലം നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ വിളക്ക് വെക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആ സമയത്ത് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. പകരം എത്ര ദിവസമാണ് നമ്മൾ വിളക്ക് കത്തിക്കാതിരിക്കുന്നത്, അതായത് 7 ദിവസം. സ്ത്രീകളുടെ അശുദ്ധിയൊക്കെ വരുന്ന സമയത്ത് 7 ദിവസമാണ് വീട്ടിലൊക്കെ വിളക്ക് കത്തിക്കാതിരിക്കുക. അപ്പോൾ ആ ദിവസങ്ങളിൽ ഒഴിവാക്കിയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എണ്ണിപ്പോയാൽ മതി. നമ്മുടെ വീട്ടിലെ അശുദ്ധി മൂലമല്ലാതെ വരുന്ന കാരണങ്ങൾ എന്തെങ്കിലും കൊണ്ട് നമ്മൾ മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നമ്മൾ ഒരു ദിവസം വീട്ടിലില്ലായിരുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ദൂരെ യാത്ര പോയി എന്നുള്ളത് കൊണ്ട് മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടിന്യൂഷനിൽ എടുക്കാൻ പറ്റത്തില്ല. വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തന്നെ എണ്ണിയെടുക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ വെള്ളം വെച്ചതിന് ശേഷം വിളക്ക് വെക്കുക. വിളക്ക് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ച് കഴിയുമ്പം ഈ കുടത്തിനകത്തിരിക്കുന്ന വെള്ളം എടുത്ത് മുറ്റത്ത് തളിക്കുക. എന്നിട്ട് വീണ്ടും വൈകിട്ട് വിളക്ക് വെക്കുന്നതിന് മുമ്പ് ആയിട്ട് മൺകുടത്തിൽ വെള്ളം നിറച്ച് അവിടെ തന്നെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെക്കുക. എന്നിട്ട് വിളക്ക് തെളിയിക്കുക. അപ്പം ഇങ്ങനെ വെക്കുന്ന മൺകുടത്തിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കുള്ള പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും വന്നൊക്കെ ആ വെള്ളം കുടിച്ചാൽ പോലും അതിനെപ്പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ വെള്ളം വെച്ചേക്കുന്നതിനകത്ത് അതിലാർക്കാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്തോളും. അങ്ങനെ പൂച്ച നക്കിയെന്നോ ഒക്കെ രീതിയിലുള്ള ഒരു ഭയം ആവശ്യമില്ല.
അപ്പം അതുകൊണ്ട് മൺകുടത്തിനകത്ത് അങ്ങനെ വെള്ളം വെക്കുക, കലം പൊട്ടിപ്പോവാതെ സൂക്ഷിക്കുക. അതായത് മൺകുടത്ത് വെള്ളം വെച്ച ശേഷം കലം ചോരുന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം തുടർച്ചയായിട്ട് ഈ 41 ദിവസം ഇങ്ങനെ വഴിപാട് ചെയ്ത് കഴിയുമ്പം, ഈ ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ധർമ്മദേവതയുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. പലർക്കും ധർമ്മദേവത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അമ്മയുടെ വഴിക്കാണ് നോക്കുക, അതായത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ് ധർമ്മദേവതയായിട്ട് നോക്കുക. പക്ഷേ നമ്മൾ പൂജാപരിഹാരം, പ്രശ്നപരിഹാരത്തിലൊക്കെ നമ്മൾ ബലാദോഷങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവുന്ന ധർമ്മദേവത ശാപം എന്ന് പറയുന്ന അച്ഛൻ വഴിക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമുക്കെപ്പോഴും ഗുണം ഉണ്ടാകുന്നത് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. അപ്പം കൃത്യമായിട്ട് അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക, അതിൻ്റേതായിട്ട് റിസൾട്ട് ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം മൺകുടത്തിൽ വെള്ളം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വലിയ പൈസ ചിലവുള്ള കാര്യമൊന്നുമല്ല. ആദ്യമേ ഒരു 30 രൂപ 50 രൂപ കൊടുത്ത് ഒരു മൺകുടം വാങ്ങിക്കുന്നൊരു ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കർമ്മം എത്ര കണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈശ്വര വഴിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാവുന്നതാണ്. കാലങ്ങളായിട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരിതവും രോഗദുരിതങ്ങളും തൊഴിലും വരുമാനത്തിലുള്ള ബുദ്ധിമുട്ടും എല്ലാം നമ്മൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ട് തന്നെ അതിന് കൃത്യമായിട്ട് പരിഹാരം കണ്ടെത്തുക. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും, അതിന് കാര്യവും ഉണ്ടാവും. അപ്പം അതിന് കൃത്യമായിട്ടുള്ള കാരണം തേടി, കാരണം കണ്ടെത്തി ആ കാരണത്തിനുള്ള പരിഹാരം കൃത്യമായിട്ട് പരിഹരിച്ചു തരാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജർ, അതായത് കാര്യവും കാരണവും പരിഹാരവും കൃത്യമായിട്ട് ചെയ്തു തരാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി നിങ്ങളുടെ പരിഹാരം കണ്ടെത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.